നാം നല്ല ആളുകളെ കൂടെ കൂടുകയാണെങ്കിൽ നാം അറിയാതെ അവരുടെ നല്ല സ്വഭാവങ്ങളും നന്മയും നമ്മിലേക്ക് പകർന്നു വരും. അതുകൊണ്ടാണ് പണ്ടത്തെ ആളുകൾ പറയാറുള്ളത്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന്. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. മഹാനായ അബുൽ ഔൻ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇങ്ങനെ നന്മ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സദസ്സിൽ കുറേ നല്ല ആളുകളുണ്ട്, കുറേ ചീത്ത മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മോശപ്പെട്ട ആളുകളുമുണ്ട്. ആ സമയത്താണ് മഹാനവറുകളെ കാണാൻ വേണ്ടി ഒരു പണ്ഡിതൻ ആ സദസ്സിലേക്ക് വരുന്നത്. ആ പണ്ഡിതൻ സദസ്സ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വല്ലായ്മ. എന്തിനാണ് മഹാനായ തങ്ങളവറുകൾ ഈ ചീത്തയാളുകളോട് കൂടെ ഇരിക്കുന്നത്, അവരെ സദസ്സിലിരുത്തുന്നത്? അതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ ആ പണ്ഡിതൻ. അപ്പോഴുണ്ട് മഹാനായ അബുൽ ഔൻ റളിയല്ലാഹു അൻഹു ആ പണ്ഡിതൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഓ സഹോദര, മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ സദസ്സിൽ ഇതുപോലെ ഒരുപാട് നല്ല ആളുകളും ഉണ്ടായിരുന്നു, ചീത്ത ആളുകളും ഉണ്ടായിരുന്നു. നല്ല ആളുകൾ ആ സദസ്സിൽ ഇരുന്നതുകൊണ്ട് അവർക്ക് നന്മകൾ വർദ്ധിച്ചു വന്നു. മോശപ്പെട്ട ആളുകൾ ആ സദസ്സിൽ ഇരുന്നതുകൊണ്ട് ആ സദസ്സിൻ്റെ നന്മ കൊണ്ട് ബറക്കത്ത് കൊണ്ട് അവർ നന്നായി പോവുകയും ചെയ്തു. ഇത് പറയേണ്ട താമസം ആ പണ്ഡിതൻ്റെ മനസ്സിൽ ഖേദം അണപൊട്ടിയൊഴുകി. അതാണ് പറഞ്ഞത്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. നാം മഹാന്മാരോടുകൂടെ സഹവസിച്ചു നോക്കൂ. അള്ളാഹുവിലേക്കടുത്ത അവൻ്റെ അഹ്ലുകാരെ കൂടെ നാം ചേർന്ന് നോക്കൂ. നമ്മുടെ ഖൽബിലുള്ള അഴുക്കുകളൊക്കെ തനിയെ ഒലിച്ചിറങ്ങിപ്പോകുന്നത് കാണാം, തനിയെ ഖൽബ് നന്നാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. മഹാന്മാരോടുകൂടെ സഹവസിച്ച് അവരുടെ കുരുത്തവും പൊരുത്തവും കിട്ടുന്ന നല്ല ആളുകളെ കൂട്ടത്തിൽ, റബ്ബിൻ്റെ നന്മയുള്ള റബ്ബിൻ്റെ നല്ല അടിമകളെ കൂട്ടത്തിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.